ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് കഞ്ഞിക്ക് ഏറ്റവും നല്ലൊരു കോമ്പിനേഷനായ ചെറുനാരങ്ങ ഉപ്പിലിട്ടത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. മിക്കവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 300 ഗ്രാം ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, 100 ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 50 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെറുനാരങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആ സീഡ്സൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. സീഡ്സ് പാടില്ല. ആ കുരുക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് സീഡ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കൈപ്പരസം വരും. അതിൻ്റെ പേരിലാണ് അതെല്ലാം കളഞ്ഞെടുക്കാനായിട്ട് പറയുന്നത്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ചെറുനാരങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ കുട്ടി കുട്ടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എത്ര ചെറുതാക്കാൻ പറ്റുന്നു അത്രയും നല്ലതാണ്. അങ്ങനെ നമ്മൾ ഇഞ്ചി ഫുള്ള് കട്ട് ചെയ്തെടുത്തു. ഇനി പച്ചമുളകും ഇതുപോലെ തന്നെ ചെറുതായിട്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം ഇഞ്ചി ചേർത്തു, പച്ചമുളക് ചേർത്തു, പിന്നെ അടുത്തത് ചെറുനാരങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയും ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് അധികം വേണ്ടി വരും, ചെറുനാരങ്ങയ്ക്ക് പുളിയുണ്ട്. എന്നിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തോളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. ഒരു മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അതിലേക്ക് ഒരു വിധമൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ടാവും. നമുക്ക് തുറന്നു നോക്കാം. ഒരു മണിക്കൂറിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലോ, അതായത് ഒരു കുപ്പിയിലോ, അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലോ നമുക്കിത് ആക്കി വെക്കാം. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. പ്ലാസ്റ്റിക് പാത്രം എപ്പോഴും അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇത് കഞ്ഞിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ചോറിനായാലും വളരെ ബെസ്റ്റാണ്. ആ എരിവും അതുപോലെ തന്നെ ഇഞ്ചിയുടെ എരിവും പച്ചമുളകിൻ്റെ എരിവും അതുപോലെ ഉപ്പും പുളിയും എല്ലാം കൂടെ ചേർന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.